ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ മുൻപോട്ട് വെച്ച പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റപ്പെടും എന്നുള്ള ഒരു വലിയ ചോദ്യം അവശേഷിക്കുമ്പോൾ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാനായിട്ട് ഒരു അടിയന്തരമായി തന്നെ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതൊക്കെയാണ് ബി.ജെ.പി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ്, മുസ്ലിം സംവരണം നിർത്തലാക്കുന്നത്, 4 ഈ ദേവസ്വം ബോർഡ് ബില്ല്, അതായത് ആരാധനാലയങ്ങളുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്, 5 ഈ പൗരത്വ ഭേദഗതി നിയമം, അതായത് CAA പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കുക. ഇത് നടപ്പാക്കുന്നതിലാണ് ബി.ജെ.പി കുറച്ചുകൂടെ ശ്രദ്ധ ഊന്നുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ബി.ജെ.പി കരുതുന്നു. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളുമായിട്ട് എങ്ങനെയാകുമെന്നൊരു ചോദ്യം മുൻപോട്ട് വരുമ്പോൾ TDPയും JDUവും നൽകുന്ന ഒരു ഉത്തരം ഇതാണ്, അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഈ കാര്യങ്ങൾ ഞങ്ങളുമായി ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ തങ്ങൾക്കതിന് എതിർക്കുന്നില്ല എന്നും അനുകൂലിക്കുന്നുണ്ടോ എന്നുമുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. പക്ഷെ അവർ പറയുന്നത് ചർച്ച ചെയ്ത് നടപ്പാക്കാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നാണ്. ഏതായാലും ഈ ഏകീകൃത സിവിൽ കോഡിന് JDU അനുകൂലമാണ് എന്ന് നേരത്തെ തന്നെ അവരുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ഈ മുസ്ലിം സംവരണ നിയമവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയാകും അറിയില്ല. കാരണം ആന്ധ്രയിൽ ഈ ചന്ദ്രബാബു നായിഡു മുസ്ലിം സംവരണം നൽകും എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയത്. ദേവസ്വം ബോർഡ് ബില്ല് ഒരുപക്ഷെ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അവിടെയും ഈ ആന്ധ്ര സർക്കാരിൻ്റെ കീഴിൽ അനവധി ക്ഷേത്രങ്ങളുമുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട 5 ബില്ലുകളാണ് ബി.ജെ.പി നോക്കുന്നത്. ആ 5 ബില്ലുകളിൽ ഒരു സമവായം ഉണ്ടാക്കി അത് എത്രയും പെട്ടെന്ന് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.